നിലമ്പൂരിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്ക് അന്വേഷണ ചുമതല കൈമാറി. ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി അലവി അന്വേഷണത്തിന് നേതൃത്വം നൽകും. മലപ്പുറം എസ്.പിയുടേതാണ് ഈ ഉത്തരവ്. അനധികൃതമായി വൈദ്യുതി എടുത്ത് കെണിവെച്ചതാണ് എന്ന് പ്രതി തന്നെ നേരിട്ട് സമ്മതിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, ഈ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നു. ഇപ്പോൾ അറസ്റ്റിലായ 2 പ്രതികൾ അവർ ഇത്തരത്തിൽ മനഃപൂർവ്വം പന്നിയെ കൊടുക്കുന്നതിന് വേണ്ടി അവിടെ കെണി ഒരുക്കിയിരുന്നതാണ്, വൈദ്യുതി ഘടിപ്പിച്ച് കെണി ഒരുക്കിയിരുന്നതാണ് എന്നവർ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. അരുൺ, കൂടുതൽ വിവരങ്ങൾ. വിനോദ്, ഒരാളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വിനീഷ് എന്നയാളെയാണ്. ഈ പ്രതി കുറ്റം സമ്മതിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നേരത്തെ നിലമ്പൂർ ഡിവൈഎസ്പി വ്യക്തമാക്കിയിരുന്നത്. ഡിവൈഎസ്പി പറയുന്നത് ഇത്തരത്തിലാണ്: ഈ പ്രതി ഇങ്ങനെ മാംസവേട്ട നടത്തി അതിൻ്റെ മാംസ കച്ചവടം നടത്തുന്ന കാര്യങ്ങളൊക്കെ പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു എന്നുള്ളതാണ് ഡിവൈഎസ്പി വ്യക്തമാക്കിയത്. കഴിഞ്ഞ ദിവസം ഈ സംഭവം നടന്നതിന് ശേഷം പോലീസ് വ്യാപകമായിട്ട് പ്രതിക്കായിട്ടുള്ള തിരച്ചിൽ നടത്തി. ഇതിനിടെ പ്രതിയെ കണ്ടെത്തി പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. രക്ഷപ്പെടാൻ ശ്രമിച്ച സമയത്താണ് പോലീസ് പ്രതിയെ പിടികൂടിയത്. തുടർന്നുള്ള ചോദ്യം ചെയ്യലിലാണ് പ്രതി കുറ്റസമ്മതം നടത്തിയത് എന്നുള്ളതാണ് നിലമ്പൂർ ഡിവൈഎസ്പി വ്യക്തമാക്കിയത്. ഏതായാലും ഇപ്പോൾ അന്വേഷണം ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്ക് കൈമാറിയിരിക്കുകയാണ്. അലവി എന്ന മലപ്പുറം ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയാണ് ഇനി കേസ് അന്വേഷിക്കുക. പ്രധാനമായിട്ടും ഇനി ഇതിൽ അറിയേണ്ട കാര്യങ്ങൾ, ഈ വിനീഷ് ഒറ്റയ്ക്കാണോ ഈ കാര്യങ്ങൾ ചെയ്തത്, കൂട്ട് പ്രതികൾ ഉണ്ടോ, സ്ഥിരമായിട്ട് ഇയാൾ ഇത്തരത്തിൽ മൃഗവേട്ട നടത്തി അതിൻ്റെ മാംസം കച്ചവടം ചെയ്യുന്ന വ്യക്തിയാണോ, ഒപ്പം തന്നെ ഇയാൾ ഫോണിൽ ആരെയൊക്കെ ബന്ധപ്പെട്ടിരുന്നു, ഈ ഷോക്ക് അനധികൃതമായിട്ട് KSEBയിൽ നിന്നും പോസ്റ്റിൽ നിന്നും ലൈൻ വലിച്ചു വയ്ക്കുമ്പോൾ അതിന് മറ്റാരുടെയെങ്കിലുമൊക്കെ സഹായം ലഭിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയാണ് ഒരു വ്യക്തത ഇനി വിഷയത്തിൽ വരേണ്ടതുള്ളത്. അത്തരം കാര്യങ്ങളിലൊക്കെ വിശദമായ അന്വേഷണം നടത്തും എന്നുള്ളത് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്.